പാർവതി, പാർവതി സൈക്കിളിലാണോ ജോലിക്ക് വരുന്നത്? അതെ സർ. കാലത്ത് ബസ്സിലൊക്കെ എന്ത് തിരക്കാന്നറിയോ? കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാ. അതിന്റെ കൂടെ വേറെ ശല്യം ഉണ്ടാവും. ശല്യം എന്ന് പറഞ്ഞാ? അതൊക്കെ ഉണ്ട് സർ. തിരക്കുള്ള ബസ്സിൽ പോകുന്ന എല്ലാ പെൺകുട്ടികളും അത് അനുഭവിച്ചിട്ടുണ്ടാവും. സൈക്കിളാവുമ്പോ കുഴപ്പമില്ലല്ലോ. പാർവതി ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടി ബൈക്കിൽ പോകുന്നത് പോലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ തരണം ചെയ്ത് പാർവതി എങ്ങനെയായി സൈക്കിളിൽ പോകുന്നത്? ഞാൻ സൈക്കിളിൽ പോകുന്നതല്ല സർ. പിന്നെ? എന്റെ സൈക്കിള് എന്നെ കൊണ്ടുപോകുന്നതാ. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എവിടെയാ പോവേണ്ടതെന്ന് ഇവൾക്കറിയാം. അവിടേക്ക് ഇവളെന്നെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ഈ സൈക്കിള് പെണ്ണാണോ? അതെ സർ. മിന്നൽ എന്നാ പേര്. പക്ഷെ സുന്ദരി എന്നാ ഞാൻ വിളിക്കാം. സുന്ദരി. പാർവതിക്ക് ഇടേണ്ട പേര് സൈക്കിളിനും സൈക്കിളിന് ഇടേണ്ട പേര് പാർവതിക്ക് കിട്ടും അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ മനസ്സിലാവും. എനിക്കിടേണ്ട പേര് സൈക്കിളിനിട്ടു, സൈക്കിളിനിടേണ്ട പേര് എനിക്കിട്ടു. അപ്പോ സൈക്കിളിന്റെ പേര് സുന്ദരി. സാറിനെ കളിയാക്കിയതല്ലേ? ഏയ്, കളിയാക്കിയതൊന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞതാ. പാർവതി താമസിക്കുന്ന ഹോസ്റ്റൽ എനിക്കറിയാം. അതിന്റെ മുന്നിൽ കൂടി എനിക്ക് പോകേണ്ടത്. വേണമെങ്കിൽ പാർവതി ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോ എന്റെ സൈക്കിളോ? അതിവിടെ ഇരുന്നോട്ടെ, ആരെടുത്തോണ്ട് പോവാനാ? അപ്പോ നാളെ ഞാൻ ഇങ്ങനെ ജോലിക്ക് വരും. ഞാൻ വരുമ്പോ പിക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്നും ബൈക്കിൽ ഒരുമിച്ച് വരികയും പോവുകയും ചെയ്യാം. എന്റെ സുന്ദരിയെ ഇവിടെ തനിച്ചാക്കാനോ? നല്ല കഥ. ഈ സൈക്കിളിൽ പോകുന്നത് വരുന്നതാ എനിക്കിഷ്ടം. ഞാൻ പ്രിയൻചേട്ടനെ കാത്തുനിന്നതാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഈ സൈക്കിളിലാണ് പോകുന്നത്? കാലത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ബൈക്ക് ഒന്ന് പഞ്ചറായി. കേറ്.